മാതൃഭൂമിയും പ്രൊഫസർ കെ.വി. തോമസിന്റെ വിദ്യാധനം ട്രസ്റ്റും കൈകോർക്കുന്ന മധുരം മലയാളം പദ്ധതിക്ക് തുടക്കമായി. എറണാകുളം ജില്ലയിലെ 25 സ്കൂളുകളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം.വി. ശ്രേയാംസ് കുമാർ മധുരം മലയാളം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിലേക്ക് വായനാശീലം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മധുരം മലയാളം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യകൾ അരങ്ങുവാഴുമ്പോഴും വായനയുടെ പ്രസക്തി അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഈ ഡിവൈസസും ഈ ടെക്നോളജി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയും കൂടി ഉപയോഗിക്കാൻ മറക്കരുത്. അതിൽ വായന നൽകുന്ന ഒരു ഡെപ്ത്, ഒത്തൻറ്റിസിറ്റി അത് വളരെ വലുതാണ്. വായന വേണം. അത് നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ആ തിരഞ്ഞെടുക്കുന്നത് അത്യാവശ്യം നല്ല കാര്യങ്ങളായിരിക്കണം. പുസ്തകം വായിക്കണം. അതുപോലെ നിങ്ങൾ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് ശക്തി നൽകുക അറിവാണ്. അറിവ് സമ്പാദിക്കാൻ വേണ്ടി എല്ലാ മേഖലകളും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും അതിന് സമയം കണ്ടെത്തണം. പ്രൊഫസർ കെ.വി. തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമിയുമായുള്ള വർഷങ്ങളുടെ ബന്ധം കുട്ടികൾക്ക് മുന്നിൽ പങ്കുവച്ച തോമസ് മാഷ് മധുരം മലയാളത്തിലൂടെ ലഭിക്കുന്ന അസുലഭാവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു. മാതൃഭൂമിയുമായ അടുത്ത ബന്ധം പശ്ചിമ കൊച്ചിയിലുണ്ട്, എനിക്കുണ്ട്. അങ്ങനെയുള്ള മാതൃഭൂമി നടത്തുന്ന ഈ മധുരം മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ സന്ദർഭങ്ങളാണ് നിങ്ങളെ കേൾക്കുന്നത്. കുഞ്ഞുനിവാസ് പറഞ്ഞിട്ടുള്ളതുപോലെ വായിച്ചു വളരുക. വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ തഴച്ചു വളരും. അതുപോലെ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ 25ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഈ മാതൃഭൂമി ലഭ്യമാകാൻ പോകുന്നത്. നിങ്ങൾ അസംബ്ലി കൂടുമ്പോൾ വായിച്ച് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ചടങ്ങിൽ മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വിഭാഗം വൈസ് പ്രസിഡന്റ് പി.വി. മിനി, കെ.ജെ. മാക്സി എം.എൽ.എ, മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ എസ്. പ്രകാശ്, അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മിനി ആന്റണി, കോർപ്പറേഷൻ കൗൺസിലർ ഷീബ ഡുറോം, PTA പ്രസിഡന്റ് റോണി റാഫേൽ, അധ്യാപക ലില്ലി പോൾ എന്നിവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.